ചൈനീസ് പ്രൊഡക്റ്റിന്റെ പ്രധാന ആകർഷണീയത അതിന്റെ വിലക്കുറവാണ്. പലപ്പോഴും അതിനനുസരിച്ച് ക്വാളിറ്റി കുറവാണ് എന്നുള്ളത് നമ്മൾ അത്ര കാര്യമാക്കാറില്ല. പക്ഷേ ഇത് കൂടാതെ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ചില ചൈനീസ് പ്രൊഡക്റ്റുകൾ ചൈനയിൽ വിൽക്കുന്നതിനേക്കാളും വില കുറച്ചിട്ടാണ് ഇന്ത്യയിൽ വിൽക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ട്രാൻസ്പോർട്ടേഷൻ ചെലവ് വേണ്ടിവരും എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ചൈനീസ് പ്രൊഡക്റ്റുകൾ ചൈനയിൽ വിൽക്കുന്നതിനേക്കാൾ വില കുറച്ച് മറ്റൊരു രാജ്യത്ത് വിൽക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ്. ചൈനീസ് കമ്പനികൾ ഇങ്ങനെ വില കുറച്ച് കൊടുക്കുന്നത് വഴി പ്രൊഡക്റ്റുകൾ ഇന്ത്യൻ കമ്പനികളെക്കാൾ വില കുറച്ച് കൊടുക്കാൻ സാധിക്കുകയും അതുവഴി ഇന്ത്യൻ കമ്പനികൾ നശിക്കുകയും ചൈനീസ് കമ്പനി ഇന്ത്യയിൽ മാർക്കറ്റ് പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു രാജ്യത്തെ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ വിലയിൽ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതിനെ വിശേഷിപ്പിക്കാൻ മറ്റൊരു രാജ്യത്ത് കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളുന്നത് പോലെ തള്ളുന്നു എന്നർത്ഥം വരുന്ന രീതിയിൽ ഡംപിംഗ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാറുള്ളത്. രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റർനാഷണൽ ട്രേഡ് അഥവാ വ്യാപാരം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഘടനയാണ് WTO അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇന്ത്യ അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം WTOയുടെ മെമ്പർ ആയതുകൊണ്ട് തന്നെ WTOയുടെ റൂള് അനുസരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പല രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് WTOയുടെ റൂള് പ്രകാരം 2 ട്രേഡ് ബാരിയേഴ്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. താരിഫ് ആൻഡ് നോൺ താരിഫ് ട്രേഡ് ബാരിയേഴ്സ്. സാധാരണഗതിയിൽ ഒരു രാജ്യം ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ ഇമ്പോർട്ടോ എക്സ്പോർട്ടോ അഥവാ കയറ്റുമതിയോ ഇറക്കുമതിയോ ചെയ്യുമ്പോൾ ചുമത്തുന്ന ടാക്സിനെയാണ് താരിഫ് ബാരിയേഴ്സ് അഥവാ താരിഫ് മെഷേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഡംപിംഗ് പോലെയുള്ള അസാധാരണമായിട്ടുള്ള മെഷേഴ്സിനെ തടയാൻ വേണ്ടിയിട്ട് നോൺ താരിഫ് ബാരിയേഴ്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഡംപിംഗ് തടയാൻ വേണ്ടിയിട്ടുള്ള മെഷറിനെയാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്നത്. അതായത് ഡംപ് ചെയ്യുന്ന അഥവാ വില കുറച്ച് വിൽക്കുന്ന ചൈനീസ് പ്രൊഡക്റ്റിന്റെ മുകളിൽ ഇന്ത്യ ടാക്സ് ഈടാക്കുകയും അതുവഴി ആ പ്രൊഡക്റ്റിന്റെ വില മറ്റുള്ള രാജ്യങ്ങളിലും വിൽക്കുന്ന സാധാരണ മാർക്കറ്റ് റേറ്റിലേക്ക് എത്തിക്കുകയും ചെയ്യും. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി, സാനിറ്ററി ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ് എന്നിവയൊക്കെ നോൺ താരിഫ് ബാരിയേഴ്സിന്റെ മറ്റു ഉദാഹരണങ്ങളാണ്.